പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവ് ആർ.ബി. ചൗധരി അന്തരിച്ചു. രാജസ്ഥാനിലുണ്ടായ വാഹനാപകടത്തിലാണ് അന്ത്യം. ജോധ്പൂരിലേക്ക് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകവെയാണ് അപകടമുണ്ടായത്. തമിഴ് നടൻ ജീവയുടെ അച്ഛനാണ്. സിയ സൂസൻ സാം നൽകും വിവരങ്ങൾ. സിയ, എപ്പോഴായിരുന്നു ഈ അപകടം? വിവരങ്ങൾ എങ്ങനെയാണ്? ചലച്ചിത്ര ലോകത്ത് ആകെ സങ്കടത്തിലാഴ്ത്തിയ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ആർ.ബി. ചൗധരി, നിർമ്മാതാവായ ആർ.ബി. ചൗധരി ഒരു വാഹന അപകടത്തിൽ മരിച്ചിരിക്കുകയാണ്. രാജസ്ഥാനിൽ ജോധ്പൂരിലേക്ക് ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുകയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ദാരുണമായ ഒരു അന്ത്യം ഉണ്ടാകുന്നത്. നിലവിൽ അപകടത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ വാഹനത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ, അതെങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതിനുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. നിലവിൽ ഇപ്പോൾ നാളെ ചെന്നൈയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കൊണ്ടുവരും. 1988 അദ്ദേഹം നിർമ്മാതാവായി സൂപ്പർ ഗുഡ് ഫിലിംസ് എന്ന ബാനറിൽ സിനിമ നിർമ്മിക്കാൻ തുടങ്ങിയത്. അവിടുന്ന് 1990 അദ്ദേഹം ആദ്യത്തെ തമിഴ് ചിത്രം പുതുവസന്തം എന്ന ഒരു ചിത്രം നിർമ്മിക്കുകയും അതിന് അന്നത്തെ സംസ്ഥാന അവാർഡുകൾ ലഭിക്കുകയും ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തമിഴ്, മലയാളം, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിൽ 100-ലധികം ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു. തമിഴ് നടനായ വിജയ്, അതേപോലെ തന്നെ അജിത്ത് എന്നിവരുടെ കരിയറിൽ വലിയൊരു ബ്രേക്ക് ത്രൂ നൽകിയ ചിത്രങ്ങൾ നിർമ്മിച്ചതും ഇദ്ദേഹമായിരുന്നു. 40-ലധികം സംവിധായകരെ, നവാഗതരായ സംവിധായകരെ കൈപിടിച്ചുയർത്തിയതും ആർ.ബി. ചൗധരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഗുഡ് ഫിലിംസ് ഒട്ടനവധി മികച്ച ചിത്രങ്ങൾ നൽകി നമ്മൾ ഒരുപാട് കണ്ട് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള സിനിമകൾ നിർമ്മിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുമാത്രമല്ല, അദ്ദേഹം മലയാളത്തിലും സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. കീർത്തിചക്ര, അതേപോലെ വില്ലാളി വീരൻ എന്ന് പറയുന്ന ദിലീപിൻ്റെ ചിത്രം നിർമ്മിച്ചതെല്ലാം സൂപ്പർ ഗുഡ് ഫിലിംസിൽ ആർ.ബി. ചൗധരിയാണ് നിർമ്മിച്ചത്. അതുപോലെ തന്നെ ഒട്ടേറെ അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കി. അദ്ദേഹത്തിന് 4 മക്കളാണുള്ളത്. ഇളയ മകൻ നടൻ ജീവയാണ്. ഇപ്പോൾ നിലവിൽ കിട്ടുന്ന നമുക്ക് വിവരങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ചെന്നൈയിൽ നാളെ അദ്ദേഹത്തെ എത്തിക്കും. അരുണ്യ. ശരി, സിയ സൂസൻ സാമാണ് വിശദാംശങ്ങൾ നൽകിയത്.